നമസ്കാരം. കണ്ണവത്തെ വനത്തിൽ വിറകു തേടിപ്പോയ സിന്ധുവിനായുള്ള തിരച്ചിൽ 8ാം ദിനത്തിലും വിഫലമായിട്ടുള്ളതാണ്. പോലീസും വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തിരഞ്ഞിട്ടും സിന്ധുവിനെ കണ്ടെത്താൻ കഴിയാത്തതിൽ ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരും. ബുധനാഴ്ച രാവിലെ മുതൽ പോലീസ് സേനയ്ക്കൊപ്പം ഡോഗ് സ്ക്വാഡും തിരച്ചിൽ തുടങ്ങിയിരുന്നു. കൂടെ 16 വനം വകുപ്പ് ഉണ്ടായിരുന്നു. ഡ്രോൺ ക്യാമറ ഉപയോഗത്തിൽ പരിശീലനം നേടിയ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് വനമേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. സിന്ധു വിറക് ശേഖരിച്ചു വെച്ച അറക്കൽ എന്ന സ്ഥലത്ത് നിന്ന് പോലീസ് നായ മണം പിടിച്ച് ഇളമാങ്കൽ വഴി 4 കിലോമീറ്ററോളം വനത്തിലേക്ക് സഞ്ചരിച്ച് പറമ്പുക്കാവിലെത്തി നിന്നു. ബുധനാഴ്ച ഉച്ചയോടെ ഡോഗ് സ്ക്വാഡ് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചു. കാടുകളിൽ പ്രത്യേക പരിശീലനം നേടിയ സായുധ പോലീസ് സേന ഉടൻ തിരച്ചിൽ ആരംഭിക്കുമെന്ന് കണ്ണവം ഇൻസ്പെക്ടർ KV ഉമേഷ് പറഞ്ഞിരുന്നു. കണ്ണവം ഉന്നതിയിലെ 40-കാരിയായ സിന്ധുവിനെ ഡിസംബർ 31 മുതലാണ് കാണാതായത്. അറക്കൽ ഭാഗത്ത് അവരെ കണ്ടവരുണ്ട്. ശേഖരിച്ച വിറകുകൾ കെട്ടിവെച്ചതും കണ്ടെത്തി. പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. സിന്ധു ചെറിയ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാറുണ്ടെന്നും മുൻപൊരു ദിവസം മുഴുവൻ കാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വിവാഹിതയാണെങ്കിലും ഭർത്താവ് കൂടെയില്ല. അച്ഛൻ P. കുമാരന്റെയും അമ്മ N. പ്രേമജയുടെയും കൂടെയായിരുന്നു താമസം. പിന്നീട് തൊട്ടടുത്ത് തന്നെ സ്വന്തമായി ചെറിയ കുടിലുണ്ടാക്കി അതിലേക്ക് താമസം മാറ്റി. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. കാട്ടിലൊറ്റയ്ക്ക് പോകാറുമുണ്ട്. ഇവർ പോകാൻ സാധ്യതയുള്ള പ്രദേശം മുഴുവൻ നാട്ടുകാർ പരിശോധിച്ചു കഴിഞ്ഞു. ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കോഴിക്കോട് ജില്ലാ അതിർത്തിയായ നരിക്കോട്ടുമല, വാഴമല തുടങ്ങിയ പ്രദേശത്തും നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു. നിബിഡവന പ്രദേശത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് പരിമിതികളുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഉൾക്കാടുകളിൽ തിരച്ചിൽ നടത്തുന്ന സായുധ സേനയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.